കൊല്ലം നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഗൗതം കൃഷ്ണയെ കാണാതായതിൽ പ്രതിഷേധം ശക്തമാണ്. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരമിരിക്കുകയാണ്. അമ്മ രേഷ്മ മകനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. കഴിഞ്ഞ 31-നാണ് മത്സ്യബന്ധനത്തിന് പോയപ്പോൾ വള്ളം മറിഞ്ഞ അപകടമുണ്ടായത്. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, ഇത്രയും ദിവസമായിരിക്കുന്നു, വലിയ പരാതികൾ ഉണ്ടായിട്ടും തിരച്ചിൽ ഊർജിതമല്ല, കാര്യക്ഷമമല്ല എന്നുള്ള പരാതിയാണ്. ആ പരാതി പരിഹരിക്കപ്പെടുന്നത് വരെ സമരം എന്നതാണ് ആ അമ്മയുടെ തീരുമാനം. അതായത് മാധു, ഒരു അമ്മ തന്റെ മകനെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ, ഒരു കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരമിരിക്കുകയാണ്. നമ്മൾ ഏകദേശം 2 മണിക്ക് ഇവിടെ എത്തിയ ഘട്ടത്തിലാണ് ഈ സ്ത്രീ ഈ സ്റ്റേഷനിലേക്ക് വരുന്നത്, ഈ അമ്മ ഈ സ്റ്റേഷനിലേക്ക് വരുന്നത്. അതിനുശേഷം ഇത്രയും നേരം ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുമായി ചർച്ചയിലായിരുന്നു. അതായത് തന്റെ മകനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ കൃത്യമായി നടത്തണം, ഒരു അന്വേഷണം ആ കാര്യത്തിൽ കുറച്ചുകൂടി ഊർജിതമായി നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്രയും നേരം ഈ അമ്മ ഇവിടെ ഈ സ്റ്റേഷനിൽ SHOയുടെ മുറിയിൽ ഇരുന്നത്. ഇപ്പോഴെന്തായാലും അവിടെ നിന്ന് കൃത്യമായൊരു തീരുമാനമൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അവർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ എത്തി ഉറപ്പ് നൽകാതെ ഇവിടെ നിന്ന് പോകില്ല എന്നാണ് പറയുന്നത്. ഈ അപകടത്തിൽ ഇവരുടെ പിതാവിനെയും ഒപ്പം തന്നെ ഭർത്താവിനെയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മകനെ കാണാനുമില്ല. മകന് വേണ്ടിയുള്ള തിരച്ചിൽ, ഗൗതമിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു അമ്മ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇരിക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യം എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ ആറന്മുളയിലും പത്തനംതിട്ടയിലും ഒക്കെ ഈ പ്രളയം ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറഞ്ഞത്. ആ സൈന്യത്തിൽപ്പെട്ട, ആ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ഒരു അമ്മയാണ് ഇങ്ങനെ സ്റ്റേഷന് മുന്നിൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ആ മകൻ എവിടെയെന്ന് തിരയാൻ വേണ്ടി ഇങ്ങനെ കുത്തിയിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. 2 ജീവനുകൾ, ഇവരുടെ കുടുംബത്തിൽ 2 പേരെ ജീവൻ നഷ്ടപ്പെട്ടു, ഇവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. പക്ഷെ മകനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും ആ അമ്മയുടെ വലിയ വേദനയുണ്ട്. ചേച്ചി 2 മണി മുതൽ വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ? ഇല്ല. എന്താ ഇവർ പറയുന്നത്? അവരെന്നോട് പറഞ്ഞത് കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അന്വേഷണം അവർ ചെയ്തു കഴിഞ്ഞു. അപ്പം ഇനി ഞാൻ ഇതിൽ വെച്ചിരിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത്, എനിക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ ഇത് വേണ്ട, എനിക്ക് ബന്ധപ്പെട്ട അധികാരികൾ വന്നതിന് ശേഷം ഞാൻ ആവശ്യപ്പെടുന്ന ഉറപ്പ്, അതായത് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടുക. എൻ്റെ ആവശ്യമെന്ന് പറയുന്നത് നേവിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക, സ്കൂബ ഡൈവേഴ്സിനെ ഇറക്കുക. അതാണ്. ഇനി കോസ്റ്റ് ഗാർഡിനെ കൊണ്ടുള്ളൊരു അന്വേഷണത്തോട് എനിക്ക് തൃപ്തിയില്ല. 7 ദിവസമായി കാണാതായിട്ട് എന്തെങ്കിലും പുരോഗതി നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? ഏത് തരത്തിലെ അന്വേഷണം? ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടാണ് വിവരങ്ങൾ അറിഞ്ഞത്. ആരും എന്നെ വിവരം അറിയിക്കുകയോ എനിക്ക് ഇന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നെടുത്തു എന്നുള്ള ഒരു വിവരവും എനിക്ക് ആരിൽ നിന്നും കിട്ടിയില്ല. അത് കിട്ടാതെ ഞാൻ 6 ദിവസം കൊണ്ട് ക്ഷമിച്ചിരുന്നതിന് ശേഷമാണ് ഇന്ന് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഫിഷറീസ് വകുപ്പൊക്കെ ഏത് തരത്തിലാണ് ഈ വിഷയത്തോട് ഇടപെട്ടത്? അവർ വീട്ടിലൊക്കെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കും? ആരും സന്ദർശിച്ചതും ഇല്ല. ഞാൻ ആരെയും കണ്ടില്ല. ചെയർമാൻ വന്നിരുന്നു, ഇനി ആവാനുള്ള അദ്ദേഹവും എത്തി. അതല്ലാതെ ഞാനൊരു ഓഫീസേഴ്സിന് ബാക്കി അല്ലെങ്കിൽ എനിക്കൊരു ഉറപ്പ് തരാൻ, നമുക്ക് അന്വേഷിക്കാം, നമുക്ക് കണ്ടെത്താമെന്ന് അന്വേഷിക്കാം. മന്ത്രിയോ ഈ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടോ എന്ന് പോലും സംശയിച്ച ദിവസങ്ങളായിരുന്നു ഇങ്ങോട്ട് കഴിഞ്ഞുപോയ ദിവസങ്ങൾ. കാരണം ഞാൻ ആരെയും കണ്ടില്ല. ഈ പ്രളയം വന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ഒരുപാട് വള്ളങ്ങൾ പോവുകയും വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. എന്നിട്ട് എൻ്റെ വീട്ടിലൊരു മഹാദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ ഒരു മനുഷ്യനെയും കണ്ടില്ല, ഒരു ഗവൺമെന്റിനെയും കണ്ടില്ല, ഞാൻ ആരെയും കണ്ടില്ല. നമ്മുടെ ഇവിടുത്തെ MLA മന്ത്രി കൂടിയാണ്, വിളിച്ചിരുന്നോ? വന്നിരുന്നു, ശിവ് സാർ വന്നിരുന്നു. ശിവ് സാർ മാത്രം വന്നു, വേറൊരു വ്യക്തികളും ഇത് സംബന്ധിച്ച് വന്നിട്ടില്ല. എനിക്ക് വാഗ്ദാനങ്ങളോടൊന്നും എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് പോയ വാക്കുകളോടൊന്നും ഞാൻ ഇത് കൊടുക്കുന്നില്ല. എന്ത് നടപ്പിലാക്കിയെന്ന് നോക്കിയപ്പോൾ എല്ലാം 0. അപ്പോൾ എനിക്ക് അതുകൊണ്ട് വാഗ്ദാനങ്ങളും ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. ചെയ്യാൻ പറ്റുന്ന മാത്രം കാര്യങ്ങൾ പറയുക, ചെയ്ത് കാണിക്കുക, അത്രമാത്രം. ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത് കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളായ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മറ്റുള്ളവരാണ് കൂടുതൽ അന്വേഷണം നടത്തിയെന്നാണ് എൻ്റെ ഒരു ഇത്. ഫിഷറീസിൻ്റെ ബോട്ട് പോലും ചോദിച്ചപ്പോൾ അവർ വരവ് ചെലവ് കണക്ക് പറഞ്ഞെന്നാണ് എന്നോട് എൻ്റെ മെമ്പർ പറഞ്ഞത്, എൻ്റെ വാർഡ് മെമ്പർ പറഞ്ഞത്. ബോട്ട് ആവശ്യപ്പെട്ട സമയത്ത് വരവ് ചെലവ് കണക്കുകൾ പറഞ്ഞു. ഇത് കണക്കെല്ലാം എഴുതി വെക്കണം, കണക്കുകളെല്ലാം എഴുതി വെക്കണം. അപ്പോൾ അവർക്ക് അതിനുള്ള പേയ്മെൻറ്റ് കയ്യിൽ വരാത്തത് കൊണ്ട് നമ്മൾ വള്ളങ്ങൾ അങ്ങോട്ട് വിട്ടുകൊടുക്കുക, നമ്മൾ അന്വേഷിക്കാനുള്ള ആളെ വിട്ടുകൊടുക്കുക. ഇതൊക്കെയാണ് എൻ്റെ വാർഡിലെ മെമ്പറോട് പറഞ്ഞതെന്നാണ് എന്നോട് മെമ്പർ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ആരിങ്ങോട്ട് വരണമെന്നാണ്? ജില്ലാ കളക്ടറാണോ അങ്ങോട്ട് വരേണ്ടത്? കളക്ടർ മാത്രമല്ല, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വകുപ്പ് മേധാവികൾ ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം, കളക്ടർ സാർ, പോലീസ് ചീഫ് ആരാണോ അദ്ദേഹവും എത്തുക. ഇവർ 3 പേരോടും സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞാനൊരു തീരുമാനം, എനിക്ക് ഇവർ 3 പേരിൽ നിന്നൊരു ഷർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. കുത്തിയിരുന്ന് പ്രതിഷേധം തുടരും. അതെ.
അതെ, ഉറപ്പ്. എന്തായാലും ഇവരിവിടെ ഒരു ഉറപ്പ് കൃത്യമായി ലഭിക്കുന്നു. ഫിഷറീസ് വകുപ്പ്, ഒപ്പം തന്നെ ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, അങ്ങനെയുള്ള അധികാരികളിൽ നിന്ന് ഉറപ്പ് ലഭിക്കാതെ ഇവിടെ നിന്ന് പോകില്ലെന്നാണ് ഈ അമ്മ പറയുന്നത്. എന്തായാലും നിലവിൽ കൊല്ലം ACP ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ ഏറെ നേരമായി സ്റ്റേഷനിൽ ഇരിക്കുന്നതിന് ശേഷമാണ് ഇപ്പോൾ എന്തായാലും ACP ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ACP എത്തിയെന്ന് അറിയിക്കുമ്പോൾ പക്ഷെ അവരവിടെ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാവുന്നില്ല. കൊല്ലം ACP നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസുകാർ ACP എത്തിയ കാര്യം അവരോട് അറിയിക്കുകയാണ്. പക്ഷേ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നമ്മളെ വിളിക്കുകയാണോ ACP ചർച്ചയ്ക്ക്? ACP ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് പോകാൻ താല്പര്യമില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച ആളുകൾ എല്ലാവരും വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് എനിക്ക് 3 പേരുടെയും കൂടെ ഷുവർട്ടി. ഇപ്പോൾ ഒരാൾ വന്നു, കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നു, അതെനിക്ക് ആവശ്യമില്ല. ഞാൻ അപേക്ഷയിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ അതിനൊരു ചർച്ചയ്ക്ക് പോലും ഞാൻ തയ്യാറാവത്തുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് പറഞ്ഞ എല്ലാവരും സാർ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാനുള്ള ആളുകൾ വരിക, അവർ വന്നിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ എനിക്ക് ഉറപ്പ് തരിക. ഓക്കെ, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഞാൻ ഇനി അകത്തോട്ടില്ല. ഇത് കളക്ടർ, ഫിഷറീസ് വകുപ്പ്, ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ എല്ലാവരും വരണം. കമ്മീഷണർ സാർ വന്നിട്ടുണ്ട്. പക്ഷേ സാറ് മാത്രമായിട്ട്, കാരണം സാറിൻ്റെ ഓർഡർ പ്രകാരമാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിധിക്കുള്ളിൽ നിന്നിട്ട് സാർ വേണം. പോലീസിന്റെ അപ്പുറത്തേക്കുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തണം. അതെ, സാർ ചെയ്യേണ്ട മാക്സിമം സാർ ചെയ്തിട്ടുണ്ട്. സ്റ്റാഫ് എല്ലാവരും ചെയ്തിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിന് മുകളിലോട്ടുള്ള അധികാരികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നീതി കിട്ടണമെങ്കിൽ എനിക്ക് അവരെത്തിയെങ്കിലേ പറ്റൂ. അവർ വരിക, അവർ വന്നിട്ട് നമ്മൾ എല്ലാവരോടും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് എനിക്ക് അവർ ഉറപ്പ് തരിക. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പ്രൊട്ടസ്റ്റ് ഞാൻ ഇത് ചെയ്യുന്നതായിരിക്കും. അതുവരെ ഞാനിത് തുടരും. ഒരു അമ്മയാണ് ഈ പോലീസ് സ്റ്റേഷന് മുന്നിലിരുന്ന് ഇങ്ങനെ പറയുന്നത്. കൃത്യമായി ബന്ധപ്പെട്ട അധികാരി, അതായത് പോലീസ് കൃത്യമായി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ACP ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ ഇടപെടലിനപ്പുറത്തേക്ക് ജില്ലാ കളക്ടറും ഫിഷറീസ് വകുപ്പ് അധികൃതരും ഒക്കെ തന്നെ ഇവിടെ എത്തണം. എന്നാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുമെന്നാണ് ഈ അമ്മ നിലവിൽ പറയുന്നത്. ഒരു അമ്മയാണ് മാധു. കേരളത്തിന്റെ സൈന്യം എന്നൊക്കെ പറഞ്ഞ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്ന് ആ തറയിൽ ഇരിക്കേണ്ടി വരുന്നത്. ഏറെ നേരം കോസ്റ്റൽ SHOയുടെ മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരമാവധി ഇടപെടലുകളൊക്കെ നടത്തിയെന്നാണ് അവർ പറയുന്നത്. പോലീസിന്റെ അപ്പുറത്തേക്കുള്ള സംവിധാനങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പ്, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങനെ വരുന്ന ഓരോ ആളുകളുമായി ചർച്ച നടത്താനില്ല. ബന്ധപ്പെട്ട എല്ലാ അധികാരികളും എത്തി അവരുമായി ചർച്ച വേണമെന്നാണ് ഈ അമ്മ ആവശ്യപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധു, നമ്മൾ ആറന്മുളയിലും എല്ലാ സ്ഥലത്തും പത്തനംതിട്ടയിൽ പലയിടങ്ങളിൽ നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ സൈന്യത്തെ കണ്ട, കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളികൾ സൈന്യമാണെന്ന് പുകഴ്ത്തലുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ്. അവർക്കൊരു ആവശ്യം വരുമ്പോൾ, കഴിഞ്ഞ ദിവസവും അവരെ ആ ദുരന്തമുഖത്ത് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, മനസാക്ഷിക്കുത്തോടു കൂടി മാത്രമേ നമുക്ക് അവരെ കാണാൻ കഴിയുള്ളൂ. കാരണം മുതലപ്പുഴയിൽ അവരുടെ പ്രിയപ്പെട്ടവർ ഓരോ ദിവസവും, ഇപ്പൊ നോക്കൂ, ഈ സ്ത്രീ അവരുടെ വീട്ടിൽ 2 മരണം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ഒരു മകനാണ്. ആ മകനെ കുറിച്ച് യാതൊരു വിവരവുമില്ല കഴിഞ്ഞ 7 ദിവസം.